PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറ്റോർണി ജനറൽ ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ, നമ്മളിപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, PSC, UPSC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അറ്റോർണി ജനറലിനെ കുറിച്ചും അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് അറ്റോർണി ജനറലിനെ കുറിച്ചാണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSCയുടെ സ്ഥിരം ചോദ്യമാണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 76. ആർട്ടിക്കിൾ 76ലാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആരാണ് ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിന് നിയമപരമായി കാര്യങ്ങളിൽ ഉപദേശം നൽകുന്ന ഉദ്യോഗസ്ഥൻ. ഇന്ത്യ ഗവൺമെൻറ്റിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശങ്ങൾ നൽകുന്ന ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനെന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥനെന്നോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ എന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ എന്നോ നമുക്ക് പറയാവുന്ന ആളാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് അദ്ദേഹത്തിനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സ്പെഷ്യലായിട്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി ഏത് കോടതികളിലും കേസുമായി കയറി ചെല്ലാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഏത് കോടതിയിൽ വേണമെങ്കിലും ഒരു കേസുമായിട്ട് കയറി ചെല്ലാൻ അനുവാദമുള്ള ഒരേ ഒരു ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അതേപോലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും സഭാ നടപടികളിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഏക ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ലോക്സഭയിലെയും രാജ്യസഭയിലെയും സഭാ നടപടികളിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഏക ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അറ്റോർണി ജനറലാണ്. ഓക്കെ, സാധാരണ ലോക്സഭയിലും രാജ്യസഭയിലും നടപടികളിൽ പങ്കെടുക്കുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? കേന്ദ്രമന്ത്രിമാർക്ക് മാത്രമാണ്. അപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും സഭാ നടപടികളിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഏക ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിക്കുമ്പോൾ അത് അറ്റോർണി ജനറലാണ്. ഓക്കെ, പക്ഷേ ഇദ്ദേഹത്തിന് സഭാ നടപടികളിൽ പങ്കെടുക്കാമെന്നേ ഉള്ളൂ. പക്ഷെ അതിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ വോട്ടവകാശമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, വോട്ടവകാശം എന്ന് പറയുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും സഭാ നടപടികളിൽ പങ്കെടുക്കാം, നിർദ്ദേശങ്ങളെല്ലാം പുറപ്പെടുവിക്കാം, പക്ഷെ വോട്ടവകാശം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഓർത്തിരിക്കണം. അപ്പോൾ അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ 76. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമോദ്യോഗസ്ഥനാണ്. ഇന്ത്യ ഗവൺമെൻറ്റിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശങ്ങൾ നൽകുന്ന ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി ഏത് കോടതികളിലും കേസുമായി കയറി ചെല്ലാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ലോക്സഭയിലെയും രാജ്യസഭയിലെയും സഭാ നടപടികളിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഏക ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറലാണ്. അദ്ദേഹത്തിന് സഭാ നടപടികളിൽ പങ്കെടുക്കാം, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കാം, പക്ഷേ വോട്ടവകാശം ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് നമ്മുടെ ക്യാബിനറ്റ് മന്ത്രിക്ക് ചില അധികാരങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ഈ ഒരു ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ഓക്കെ, ബ്രിട്ടനിൽ നിന്നുമാണ് നമ്മൾ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടനിലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന തസ്തികയും നമ്മുടെ ഇവിടുത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന തസ്തികയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ബ്രിട്ടനിൽ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന തസ്തിക അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമാണ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യനായിട്ട് കാണുന്നില്ല. പക്ഷേ ക്യാബിനറ്റ് മന്ത്രിക്കുള്ള ചില അധികാരങ്ങളൊക്കെ ആർക്കുണ്ട്? അറ്റോർണി ജനറലിനുണ്ട്. പക്ഷേ
വോട്ടവകാശം ഉണ്ടോ? ഇല്ല. പക്ഷെ ബ്രിട്ടനിൽ ആവുമ്പോൾ അവിടെ അറ്റോർണി ജനറൽ ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമാണ്, വോട്ടവകാശമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അറ്റോർണി ജനറൽ ക്യാബിനറ്റ് മന്ത്രിക്കുള്ള ചില അധികാരങ്ങളൊക്കെ അറ്റോർണി ജനറലുണ്ട്, പക്ഷെ വോട്ടവകാശം എന്ന് പറയുന്നത് ഇല്ല. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മുടെ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് പ്രസിഡൻ്റ് ആണ്. ആരോ ഒരാൾ പ്രസിഡന്റ്, പുസ്തകത്തിൽ പ്രസിഡന്റ് എന്ന് കണ്ടു, ടീച്ചർ പറഞ്ഞത് രാഷ്ട്രപതി എന്നല്ലേ, എങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റ് രാഷ്ട്രപതി രണ്ടും സെയിം ആണ് കേട്ടോ. പ്രസിഡന്റ് ആണ് രാഷ്ട്രപതി. ഓക്കെ, അപ്പോൾ നിയമിക്കുന്നത്, അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാ? പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് എന്ന് നമുക്ക് പറയാം. ഇനി അറ്റോർണി ജനറലിന് വേണ്ട യോഗ്യത എന്താണ്? ഒരു അറ്റോർണി ജനറൽ ആവാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജി ആവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയാണ് വേണ്ടത്. ഒരു സുപ്രീം കോടതി ജഡ്ജി ആവാൻ എന്തൊക്കെ യോഗ്യതകൾ വേണോ ആ യോഗ്യതയാണ് ഒരു അറ്റോർണി ജനറലിന് വേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കാലാവധി. അറ്റോർണി ജനറലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല, നോട്ട് ഡിഫൈൻഡ് എന്ന് നമുക്ക് പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ അറ്റോർണി ജനറലിൻ്റെ കാലാവധിയെക്കുറിച്ച് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടില്ല, കാലാവധിയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. പിന്നെ എന്താണ് കാലാവധി എന്ന് ചോദിച്ചാൽ പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം, പ്രസിഡന്റിന് താല്പര്യം ഉള്ളിടത്തോളം കാലമാണ് അറ്റോർണി ജനറലിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ആരാണ് നീക്കം ചെയ്യുന്നത്? നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്, നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ, പ്രസിഡന്റ് തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ സുപ്രീം കോടതി ജഡ്ജിയുടെ യോഗ്യത, ആ ഒരു യോഗ്യതയാണ് വേണ്ടത് അല്ലേ. പക്ഷെ സുപ്രീം കോടതിയെ ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് പോലുള്ള ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒന്നും എവിടെ ആവശ്യമില്ല? അറ്റോർണി ജനറലിനെ നീക്കം ചെയ്യാനായിട്ട് ആവശ്യമില്ല. ഓക്കെ, പ്രസിഡന്റ് ആണ് നീക്കം ചെയ്യുന്നത്, സുപ്രീം കോടതി ജഡ്ജിയുടെ യോഗ്യതയാണ് എന്നുള്ളത് കൊണ്ട് ഇംപീച്ച്മെന്റ് നടപടിയുടെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു സുപ്രീം കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യത വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അറ്റോർണി ജനറലിൻ്റെ. ഓക്കെ, ഇനി അറ്റോർണി ജനറലിൻ്റെ പ്രധാനപ്പെട്ട, അതായത് ഒരു അറ്റോർണി ജനറൽ ആവാനുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ, ഇന്ത്യൻ പൗരനായിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യതയുള്ള ഒരാളായിരിക്കണം അറ്റോർണി ജനറൽ. അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തെ യോഗ്യത ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ, കേട്ടോ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ 5 വർഷം പ്രവൃത്തി പരിചയം ഉള്ള ആളായിരിക്കണം, പ്രവൃത്തി പരിചയം ഉള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ ഓറാണ്, ഇന്ത്യൻ പൗരനായിരിക്കണം, പിന്നെയോ ഹൈക്കോടതിയിലെ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ 5 വർഷം പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ 10 വർഷം വക്കീലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളായിരിക്കണം. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ 10 വർഷക്കാലം വക്കീലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളായിരിക്കണം. അതുമല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പ്രഗത്ഭനായ നിയമജ്ഞൻ ആയിരിക്കണം. ഓക്കെ, ആരുടെ കാഴ്ചപ്പാടിലാണ്? പ്രസിഡന്റിൻ്റെ കാഴ്ചപ്പാടിൽ, കേട്ടോ. പ്രസിഡന്റിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പ്രഗത്ഭനായ ഒരു നിയമജ്ഞൻ ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിലാണ് അദ്ദേഹത്തെ അറ്റോർണി ജനറൽ ആവാനുള്ളൊരു യോഗ്യതയുണ്ടെന്ന് പറയാം. എന്തൊക്കെയാണ്? ആദ്യത്തേത് ഇന്ത്യൻ പൗരനായിരിക്കണം, പിന്നെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ 5 വർഷം പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ 10 വർഷക്കാലം പ്രവൃത്തി പരിചയം, എങ്ങനെ? വക്കീലായിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം. അതുമല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പ്രഗത്ഭനായ ഒരു നിയമജ്ഞനായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അറ്റോർണി ജനറൽ ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ, ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറലാണ് MC സെതൽവാദ്. MC സെതൽവാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഒന്ന് പഠിച്ചു വയ്ക്കുക.
1950 മുതൽ 1963 വരെ 1950 മുതൽ 1963 വരെ MC സെതൽവാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ. ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതൽവാദ്, ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാലും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1955 ഇന്ത്യയിലെ ആദ്യത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാന്ന് ചോദിച്ചാലും MC സെതൽവാദ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ അറ്റോർണി ജനറലിനെ ഔദ്യോഗികപരമായി സഹായിക്കാനായിട്ട് ഒരു നിയമ ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ആരാണ്? അറ്റോർണി ജനറലിനെ ഔദ്യോഗികപരമായി സഹായിക്കുന്ന നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ, ഇന്ത്യയുടെ ആദ്യത്തെ നിയമ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോർണി ജനറലിൻ്റെ താഴെ വരുന്ന ആളാണ്, അദ്ദേഹത്തെ ഔദ്യോഗികപരമായി സഹായിക്കുന്ന ആളാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. ഈ സോളിസിറ്റർ ജനറലിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ പ്രതിപാദിക്കുന്നില്ല. സോളിസിറ്റർ ജനറലിനെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ പ്രതിപാദിക്കുന്നില്ല. സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് നമുക്ക് പറയാം. സോളിസിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76 പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ സോളിസിറ്റർ ജനറൽ, അറ്റോർണി ജനറലിൻ്റെ താഴെ വരുന്ന സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് പറയാം. ഈ സോളിസിറ്റർ ജനറലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. സോളിസിറ്റർ ജനറലിൻ്റെ കാലാവധി എത്രയാ? 3 വർഷമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ CK ഡഫ്താര. CK ഡഫ്താര 1950 മുതൽ 1963 വരെ CK ഡഫ്താരയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. നിലവിൽ ആരാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ? തുഷാർ മേത്തയാണ് നിലവിലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, നമ്മുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗവൺമെൻറ് സർവൻ്റ് അല്ല. ഓക്കെ, ഒരു ഗവൺമെൻറ് സർവൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അറ്റോർണി ജനറൽ ചില പ്രൈവറ്റ് കേസുകളും സ്വീകരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു പ്രസ്താവന തന്നിരിക്കുകയാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് പ്രൈവറ്റ് കേസുകളും കൈകാര്യം ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ നമുക്ക് അറ്റോർണി ജനറലിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് ആണ്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 136ഓളം ഹോട്ട് ടോപ്പിക്സ് അടങ്ങുന്ന ബുക്കാണ് നമ്മുടെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും 199 രൂപയ്ക്കാണ്. കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 199 രൂപയ്ക്കാണ് നമ്മൾ ഈ 136ഓളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കേട്ടു പഠിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങൾക്ക് കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്.
ഓക്കെ അല്ലേ? അപ്പൊ 199 രൂപയുള്ളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ 199 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 136 എന്നുള്ള നമ്പേഴ്സ് കൂടും. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും. നിങ്ങൾക്ക് അതിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ കുറെ പേര് iOS അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. iOS എന്നുള്ളത് നിലവിൽ വർക്കിംഗിലാണ് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവും, അത് നിങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് എല്ലാ സൺഡേ, ഓക്കെ, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് week 1 week 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു പരീക്ഷ പോലെ ക്വിസിൽ തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ്. അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ്, അതിന്റെ ശരിയുത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ അല്ലേ? കുറെ പേര് നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ. അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലേ? SCRT ടെക്സ്റ്റ് അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ SCRT ആണ് കേട്ടോ. ന്യൂ SCRT കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ അതിൽ ന്യൂ SCRTയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂൺ എന്ന് ഇട്ടിട്ടുണ്ട്. ഓൺ വർക്കിങ്ങിലാണ്. അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ SCRTയുടെ പണിയൊക്കെ നടക്കുന്നത്. കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. കുറച്ച് വൈകിയാലും നല്ല വൈകത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കായിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക, കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും കണ്ടന്റും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ഈ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ. 199 രൂപയ്ക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ, അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അറ്റോർണി ജനറൽ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമോപദേശകനാണ് എന്ന് നമ്മൾ പറഞ്ഞു. അറ്റോർണി ജനറൽ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയമോപദേശകൻ എന്ന് പറയുന്നത് ആരാണ്? അത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയമോപദേശകൻ എന്നറിയപ്പെടുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. ഓക്കെ, ഇനി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥൻ എന്ന് നമുക്ക് പറയാം അല്ലെ. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. അദ്ദേഹത്തെക്കുറിച്ച്, അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 165 ആണ്. അഡ്വക്കേറ്റ് ജനറൽ 76, അറ്റോർണി ജനറൽ 76, അഡ്വക്കേറ്റ് ജനറൽ 165 ആണ് പ്രതിപാദിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാ? ഗവർണറാണ് നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? ഗവർണർ തന്നെയാണ്. ഇനി ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാലും ആർക്കാണ്? ഗവർണർക്ക് തന്നെയാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇവരുടെ കാലാവധി എന്ന് പറയുന്നതും കൃത്യമായിട്ട് പറയുന്നില്ല. ഗവർണറുടെ താല്പര്യപ്രകാരം എന്നാണ് പറയുന്നത്. ഓക്കെ, കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഗവർണറുടെ താല്പര്യപ്രകാരം. ഇപ്പം നിയമിക്കുന്നത് ഗവർണർ, നീക്കം ചെയ്യുന്നത് ഗവർണർ, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്ക്, കാലാവധി ഗവർണറുടെ താല്പര്യമനുസരിച്ച്. ഇനി എന്തൊക്കെയാണ് യോഗ്യത എന്ന് പറയുന്നത്? ഒരു അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുമ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യതയുള്ള ആളായിരിക്കണം. ഹൈക്കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതയുള്ള ആളായിരിക്കണം. ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനാവണം. ഓക്കെ, ഇന്ത്യൻ പൗരനായിരിക്കണം. 2,
10 വർഷത്തിൽ കുറയാതെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിരിക്കണം. 10 വർഷത്തിൽ കുറയാതെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ പിന്നെന്തായിരിക്കണം? ഹൈക്കോടതികളിൽ 10 വർഷം വക്കീലായിട്ട് പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം. ഓക്കെ, ഇതാണ് യോഗ്യത. ഇന്ത്യൻ പൗരനായിരിക്കണം. പിന്നെ 10 വർഷത്തിൽ കുറയാതെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിരിക്കണം. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ 10 വർഷം അഭിഭാഷകനായിട്ടുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇതാണ് അഡ്വക്കേറ്റ് ജനറൽ ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ആരാണ്? KV സൂര്യനാരായണ അയ്യർ. KV സൂര്യനാരായണ അയ്യറാണ് കേരളത്തിൻ്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. 1957 ഓക്കെ, ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലാണ് KV സൂര്യനാരായണ അയ്യർ. നിലവിൽ ആരാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്. K ഗോപാലകൃഷ്ണക്കുറുപ്പാണ് നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അഡ്വക്കേറ്റ് ജനറലും അറ്റോർണി ജനറലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണഘടനാ സ്ഥാപനത്തിലെ 2 കാര്യങ്ങളും കൂടിയാണ് പഠിക്കാനുള്ളത്. CAG ആൻഡ് GST കൗൺസിൽ. അത് രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം. നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. പിന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ടെലിഗ്രാമിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്